ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടൊരു നല്ലൊരു വീഡിയോ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ മിക്സി അരയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മിക്സിയിലേക്ക് വീണ് പെട്ടെന്ന് അഴുക്കൊക്കെ ആകാറുണ്ട്. എന്നാൽ ആ മിക്സി നമ്മൾ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് മറക്കാതെ തന്നെ ഓളെന്നാക്കി വെക്കുക. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ഞാനിവിടെ ഷാമ്പു അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന വിമ്മോ അതെന്തെങ്കിലും മതി. പിന്നെ വിനാഗിരി വേണം. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരം നമ്മുടെ വീട്ടിലെപ്പോഴും കാണാറുള്ള സാധനമാണ്. പിന്നെ ഒരു ചെറിയൊരു ബ്രഷ് വേണം. പിന്നെ ഇതുപോലെ ഞാനൊരു സ്റ്റിക്കിൽ തുണി ചുറ്റി വെച്ചേക്കാണ്, അല്ലെങ്കിൽ ബഡ്സ് ആയാലും മതി. ബഡ്സിനേക്കാൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ഈ ഒരു രീതിയിലാണ്. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച്, അപ്പോൾ നമുക്ക് എന്തുമാത്രമാണോ ക്ലീനിങ്ങിന് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ കുറച്ച് ഷാമ്പു, അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. ആ ഷാമ്പുവും ആ ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം ഇതുപോലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കിനി ക്ലീൻ ചെയ്ത് തുടങ്ങാം. മിക്സിയിൽ മഞ്ഞൾപ്പൊടിയുടെ കറ, അതുപോലെ തന്നെ നമ്മുടെ അരച്ചിട്ട് അരപ്പൊക്കെ തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകും. ഇപ്പം എൻ്റെ മിക്സിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കറയൊക്കെ ഉണ്ട്. അതപ്പം നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് ചെല്ലുന്ന ഭാഗത്തൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഉരച്ച് ആ ഒരു അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് പറ്റും. ബ്രഷ് ചെല്ലാത്ത ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ബഡ്സ് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സ്റ്റിക്കിലോ അല്ലെങ്കിൽ ഈർക്കിലിയിൽ തുണി ഇതുപോലെ ചുറ്റിയിട്ട്, ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണെന്ന് പറഞ്ഞാൽ തീരെ നൈസായിട്ടുള്ള ഹോൾസാണ്. അപ്പം അവിടെ ബഡ്സ് ഒന്നും കൃത്യമായിട്ട് ചെല്ലത്തില്ല. അപ്പം നമുക്ക് ഇതുപോലെ ഒരു ഈർക്കിലിയിലോ സ്റ്റിക്കിലോ ഒക്കെ നന്നായിട്ട് തുണി ചുറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഈ ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറയാൻ പറ്റും. നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ അവിടുന്ന് പോയി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് തേച്ചുരച്ച് വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ച് കളയുവാണെങ്കിൽ, നമ്മൾ കഴുകുന്ന സമയത്ത് വരാത്ത അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ കുതിർന്ന് നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് ക്ലീനായി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗവും കൂടെ കുറച്ചും കൂടെ ഒന്ന് ക്ലീനാക്കാനുണ്ട്. അപ്പം ഉള്ള അഴുക്കൊക്കെ നമുക്ക് ഇതുപോലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റാം.
ഇപ്പോൾ ഇതേ മിക്സി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് റെഡിയായി ഇരിപ്പുണ്ട്. അപ്പം എപ്പോഴും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പം ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.